ഒരിക്കലൊരു മനുഷ്യനെ ഒരു ദേവാലയത്തിൽ വന്ന് ദൈവത്തോട് നിസ്സാര കാര്യത്തിന് വേണ്ടി പരാതിപ്പെടുക. അപ്പം അപ്പുറത്ത് ഒരു സ്ത്രീ വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തോട് നന്ദി പറയുന്നത് കണ്ടു. അപ്പോൾ ഇദ്ദേഹം ആ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ ഇത്ര സന്തോഷത്തോടു കൂടി ദൈവത്തെ സമീപിക്കുന്നതെന്ന്. ആ സമയത്ത് ആ സ്ത്രീ തൻ്റെ അനുഭവ കഥ ആ മനുഷ്യനോട് പറയണം. എൻ്റെ ഹസ്ബൻഡ് ഒരു മരം വെട്ടുകാരനായിരുന്നു. ഒരിക്കൽ മരം വെട്ടുന്നതിനിടയിൽ അത് മുറിയുമ്പോൾ അതിനിടയിൽ പെട്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അന്ന് എൻ്റെ ഏറ്റവും ചെറിയ കുട്ടി 6 മാസം ഗർഭാവസ്ഥയിലായിരുന്നു. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് ആ കുട്ടിയെ പ്രസവിച്ചത്. ഒരിക്കൽ ഞാൻ മറ്റു കുട്ടികൾക്ക് വേണ്ടി ആഹാരമുണ്ടാക്കുന്ന സമയത്ത് പുറത്ത് ചെന്നായ്ക്കളുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് പിൻവാതിലൂടെ വന്ന് ചെന്നായ്ക്കൾ എൻ്റെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. ഈ ദൃശ്യം കണ്ട് എൻ്റെ 2 കുട്ടികളും ആ ചെന്നായ്ക്കളുടെ കൂടെ ഓടി. ഞാൻ എൻ്റെ കുട്ടികളെ അന്വേഷിച്ച് നടന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് മാംസകഷ്ണങ്ങളും രക്തവുമാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാവരും നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ദൈവത്തോട് പറയുന്നത്, നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. എൻ്റെ മരിച്ചുപോയ കുട്ടികൾക്കും ഹസ്ബൻഡ് പ്രാർത്ഥിക്കാൻ എന്നെ ദൈവം ഈ ഭൂമിയിൽ വിട്ടല്ലോ എന്ന സന്തോഷത്തിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. സുഹൃത്തുക്കളെ, 2024 എന്ന വർഷം നമ്മുടെ ഇടയിൽ നിന്നും ഇടവാങ്ങുമ്പോൾ ചെറിയ നിസ്സാര കാര്യത്തിനു വേണ്ടി ജീവിതത്തിൽ പരാതിപ്പെടാതിരിക്കുക. എല്ലാവർക്കും 2025 നല്ല വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.